അല്ലേ? അവര് ചില പാരന്റ്സ് ഉണ്ടാവും, അവരിതുപോലെ തന്നെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കന്മാരായിരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കണ്ടു വളരുന്ന മക്കള് എങ്ങനെയായിരിക്കാം? ഇതുപോലെ പിശുക്കത്തരത്തിലേക്ക് അവർ പോവാം, അല്ലേ? നമ്മൾ അവരുടെ ആ ഒരു പാറ്റേൺ ആണ് നമ്മളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിന്റ് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തെ നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്, അല്ലേ? നമ്മളെ ഫാദർ ഇങ്ങനെ ഇത്രേ ചെലവാക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ഈ രീതിയിലാണ് ഇത്, ഇന്നത് പോലെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ അത്രേ ചെലവാക്കുള്ളൂ, നമുക്ക് ആ ഒരു സ്വഭാവം നമ്മളിൽ കിട്ടും. ജീനുപരമായിട്ട് അത് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, ഈ പിശുക്കിന്റെ ജീന് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ചില ആളുകൾ എങ്ങനെയാണ് പിശുക്കന്മാരായി പോകുന്നതെന്ന് വെച്ചാല്, കൊടിയ ദാരിദ്ര്യാവസ്ഥയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചെറുപ്പത്തിലൊക്കെ വളരെയധികം പ്രയാസപ്പെട്ട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് പിന്നെ ക്യാഷ് കിട്ടുമ്പോൾ അവർക്ക് അങ്ങനെ പെട്ടെന്ന് ചെലവഴിക്കാൻ തോന്നൂല, അല്ലേ? ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഇനിയും ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് പോവോ എന്നുള്ള ഭയം കാരണം അവരെന്ത് ചെയ്യും, ക്യാഷ് എടുത്തു വെക്കും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്ത് വേണം, ആ ആ റിച്ച് ആയിട്ടുള്ള, എൻ്റെ നാട്ടിൽ ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അവരുടെ സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരെ കണ്ട് കോപ്പി ചെയ്തിട്ട് എനിക്കും അതുപോലെ ധനികനാവണം എന്നുള്ള രീതിയിലേക്ക്, അതുപോലെ വീട് വെക്കാൻ, അതുപോലത്തെ കാർ വാങ്ങാൻ, അല്ലെങ്കിൽ അതുപോലത്തെ സൗകര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ ക്യാഷുകളും സ്വരുക്കൂട്ടി വെച്ച് ഇന്നത്തെ സൗകര്യത്തെ അല്ലെങ്കിൽ ഇന്ന് ജീവിക്കാതെ നാളത്തേക്ക് മാറ്റിവെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് അനുഭവിക്കാതെ മൈസറായി പോകുന്ന, പിശുക്കനാകുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഇത് നമുക്കിപ്പോ നമ്മളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ക്യാഷ് ഇങ്ങനെ എടുത്തു വെച്ച് ഇന്ന് അനുഭവിക്കാതെ നിൽക്കുന്ന ആളാണെങ്കിൽ, പിശുക്ക് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, ഇതിൽ ഏത് പാറ്റേൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ ഒരു സ്റ്റിങ്ങിങ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പിശുക്കത്തരം എന്ന് പറയുന്നത് നമ്മളുടെ മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ, ബന്ധങ്ങളെ, അതുപോലെ ഓവറോൾ വെൽബീയിങ്ങിനെ, അതായത് നമ്മുടെ സുഖാവസ്ഥയെ, ആകെ ടോട്ടലായിട്ടുള്ള ആ സുഖാവസ്ഥയെ നെഗറ്റീവായിട്ട്, വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ പിശുക്കന്മാരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊക്കെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്ത് ഒത്തിരി കാശൊക്കെ ഉണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ആ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെ? അവരുടെ ജീവിതത്തെ എൻജോയ് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മൈസറായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പിശുക്കരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാവില്ല അവരുടെ മുഖത്ത്. അവർ സാധാരണ ആളുകളെ പോലെ അവർ ചിരിക്കാറുണ്ടാവില്ല, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിശുക്കുള്ള ആളുകള് അവർക്ക് എപ്പോഴും ഭയങ്കര സീരിയസ് അല്ലേ, അല്ലേ? അവരുടെ ആ ആർത്തി കാരണം എപ്പോഴും ഒരു തത്രപ്പാടാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളുകളല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ മൃഗമാണ്, എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താന്ന്. ഓക്കെ, അതെ, ചിരിക്കൂല, അവര് ഭയങ്കര പിശുക്കായിരിക്കും അവർക്ക്. അവരുടെ ഈ ചെലവഴിക്കുന്നതിൽ പിശുക്കുള്ളത് പോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും പിശുക്കായിരിക്കും. എന്തിനു പിശുക്കായിരിക്കും? ചിരിക്കാൻ പിശുക്കായിരിക്കും, സ്നേഹത്തിന് പിശുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സഹാനുഭൂതി എന്ന് പറയുന്ന സംഭവമൊക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും. ദയാദാക്ഷിണ്യം എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ അവരിൽ വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? പിന്നെ അവരുടെ ആ ഒരു നമുക്ക് നമ്മളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക? അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നെഗറ്റീവായിട്ടാണ്, അല്ലെങ്കിൽ മോശമായിട്ടാണ് ബാധിക്കുന്നത്, അല്ലേ?
അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളുകളാണ് വളരെയധികം കഷ്ടപ്പെട്ടു പോവുക. നമ്മൾ പറയാറുണ്ട്, ഒരു പുരുഷന്റെ ഒരു വൈഫ്, അവന്റെ കൂടെയുള്ള സ്ത്രീ പിശുക്കിയാണെങ്കിൽ അദ്ദേഹം സമ്പന്നനാകും. എന്നാല് ഒരു പുരുഷൻ പിശുക്കനാണെങ്കിൽ അവന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ള സ്ത്രീ മറ്റുള്ളവരുടെ മുന്നില് എന്തുണ്ടാവും, അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വില കുറഞ്ഞു പോവും എന്നുള്ളതാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരു സ്ത്രീ പിശുക്കിയാണെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവർ ഭയങ്കര പിശുക്കിയാണെന്ന് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഭയങ്കര പിശുക്കിയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, പിശുക്കന്മാര് ആണെങ്കിൽ അല്ലെങ്കിൽ പിശുക്കുള്ള എല്ലാത്തിനും ഒരു ഇത് വേണം അല്ലെ, ഒരു ലിമിറ്റ് വേണം. പക്ഷെ അതിര് കഴിഞ്ഞ പിശുക്കുള്ള ഒരു വീട്ടിൽ എന്താണ് സംഭവിക്കുക? വീട്ടിലേക്ക് സാധനം കൊണ്ടുവരുന്നത് ഭാര്യ ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പം അത് ഉപയോഗപ്പെടുത്താത്ത, കുട്ടികൾക്ക് നന്ന അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കില്ല അല്ലെ. അവർക്ക് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിം മാത്രമാണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ അവര് ഉപയോഗപ്പെടുത്തൂല. അവർക്ക് കിട്ടേണ്ടതൊന്നും അവർ ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ അവിടെ വളരെയധികം ഇത് കണ്ട് വളരുന്ന കുട്ടികളിലും ഈ സ്വഭാവം കോപ്പിയാവൂലേ അല്ലേ. അപ്പൊ അമ്മയാണെങ്കിലും വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിലും വളരെയധികം പിശുക്കി ജീവിക്കുകയാണെങ്കിൽ അത് അവരുടെ മക്കളിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അല്ലേ. എന്തിനും ഏതിനും പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നത് ഇനി ഹസ്ബൻഡിന് തന്നെയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഒരു കാര്യത്തിലാണെങ്കിലും ആണുങ്ങളും പെടും, ആണുങ്ങൾ പെടും അല്ലേ. അവിടെ പോകാൻ പറ്റൂല, ഇവിടെ പോകാൻ പറ്റൂല, അങ്ങനെ സ്പെൻഡ് ചെയ്യരുത്, കാറ് വേണ്ട, നമുക്ക് എന്തിനാ ഇപ്പൊ കാറ് അല്ലെ, എന്തിനാ ഇപ്പൊ നമ്മൾ അങ്ങനത്തെ വീട് വെക്കുന്നത്, അവൻ എന്തിനാ ആ സ്കൂളിൽ ചേർക്കുന്നത് അല്ലേ. സാധാരണയായിട്ട് നമ്മള് ഭാര്യമാരായിരിക്കും കൂടുതലായിട്ടും പറയാൻ തോന്നും, ഇങ്ങനെ മക്കളിന്നെ നല്ല ഇതില് അല്ലെ, രണ്ടുപേരും അല്ലെങ്കിൽ മ്യൂച്വലി സംസാരിച്ചിട്ടാണ് പറയാം, ഇന്ന സ്കൂളിൽ പോവാം അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് വാങ്ങിക്കാം അല്ലെ. അല്ലെങ്കിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ വില പേശിയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സ്ട്രിക്ട്നെസ് വെക്കും അല്ലേ. അപ്പൊ അതെന്താ ഉണ്ടാവുക? അത് ഗുണത്തെക്കാളേറെ ദോഷം തന്നെയാണ് ചെയ്യുക അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു പിശുക്ക് കാരണം നമ്മുടെ ലൈഫിനെ സോഷ്യലി ബാധിക്കുന്നുണ്ട്. നമുക്ക് എന്തുണ്ടാകുക, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചടങ്ങുകളോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പിശുക്കന്മാര് മെല്ലെ അവിടുന്ന് മാറി നിൽക്കും അല്ലേ. അവർ ചെലവഴിക്കുവോ? ഇല്ല, അവരുടെ ഇടയിൽ അവർ ചെലവഴിക്കാതെ മാറി നിൽക്കും അല്ലേ. അപ്പോ ഇവർക്ക് എന്താണ്, അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യും, ഇവരെ ഐസൊലേറ്റ് ചെയ്യും അല്ലെ. അവരങ്ങനെ ഒരു കൂട്ടത്തിൽ പെടാത്ത ഒരാളായിട്ട് അവരെ മാറ്റി നിർത്തും അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറി നോക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറി നോക്കുക, നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും കൂടെ ഉള്ളത് നമ്മൾ ഒരു വർഷം വാങ്ങി, ഇപ്പൊ ഞാൻ വാങ്ങിച്ചു നോക്കുക, അപ്പൊ നെക്സ്റ്റ് ടൈമിൽ നിങ്ങളൊരു ത്രിവേണി മാമാവും നമ്മൾക്ക് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അപ്പൊ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും, ത്രിവേണി മാം പറയും ഞാൻ പേ ചെയ്തോളാം കേട്ടോ എന്ന് പറയും അല്ലേ. നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും, ബിജു സാർ പറയും ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ക്യാഷ് ഇപ്പൊ നമ്മുടെ ഒരു ടീ ആണെങ്കിൽ പിന്നെ ക്യാഷ് ബസ്സിനോ അല്ലെങ്കിൽ വണ്ടിക്കോ പെട്രോളോ അടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും അല്ലേ. അപ്പൊ എന്നാ ഇവരെന്ത് ചെയ്യും, അതിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. നമ്മൾ ഒരു പ്രാവശ്യം സഹിക്കും, രണ്ടു പ്രാവശ്യം നോക്കും അല്ലേ. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേൺ ആയി മാറുമ്പോൾ നമ്മൾ എന്ത് പറയും, അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ ഈ വ്യക്തി വേണ്ട കേട്ടോ. അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ. ചില സമയത്ത് നമ്മുടെ കയ്യിലും ഇല്ലാത്തൊരു സമയത്ത് പോലും ഇവരെന്ത് ചെയ്യില്ല, അതിലേക്ക് ക്യാഷ് ഇടാനോ അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കാനോ തയ്യാറാവില്ല. ഇവരുടെ പിശുക്ക് കാരണം ഇവരെന്ത് ചെയ്യും, ഇപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ നമ്മൾ ഒരു സന്തോഷമാണ്, ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ പുറത്തു പോകാനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഇവർ പറയും ഞാനില്ല. ഇനി അവർ അഥവാ വന്നാൽ തന്നെ എന്തിനും ഏതിനിങ്ങനെ പിൻവലിഞ്ഞ് എന്തോ അവരുടെ മൈൻഡിൽ ഇങ്ങനെ ക്യാഷ് ചിലവാകുമോ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടായിരിക്കും. അവർക്കൊന്നും ആസ്വദിക്കാനും പറ്റൂല അല്ലേ. ഇപ്പൊ നമ്മൾ ആരുടെയെങ്കിലും ഒരു ഇത് കൊണ്ടാണ്, ചെലവ് കൊണ്ടാണ് നമ്മളെപ്പോഴും കഴിയുന്നത് എങ്കിൽ, അതാണ് ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവുമോ, നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല അല്ലേ.
അപ്പൊ ഇവരുടെ മൈൻഡിൽ എപ്പോഴും സമാധാനം ഉണ്ടാവില്ല. എന്നാ ക്യാഷ് പോവോ എത്ര പോവും, ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു അങ്കലാപ്പ് അവരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി നിർത്തും. ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലോ, റിലേഷൻഷിപ്പിൽ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? റിലേഷൻഷിപ്പിൽ വളരെയധികം എഫക്ട് ചെയ്യും അല്ലേ? ബന്ധങ്ങള്, അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ആ ഒരു, നമ്മൾ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും മറ്റുള്ളവരുടെ ഇടയിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ള ബന്ധമാണെങ്കിലും പാരൻസ് ആണെങ്കിലും നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൈസർ മൈസേർലി എന്ന് പറയുന്ന ഈ ഒരു കാര്യം അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് ഇപ്പോ ചില ആളുകളുണ്ട്, ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള ആളുകൾ. ഈ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇന്നത്തെ ജീവിത രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അവരുടെ വീട് ഇപ്പോഴും പഴയ രീതിയിലുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും വേണ്ട, ക്യാഷ് ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വീട്ടിൽ നല്ലൊരു ഫുഡ് വാങ്ങാത്ത, എല്ലാവരും പുറത്തു പോയൊക്കെ ഫുഡ് കഴിക്കുമ്പം ക്യാഷ് ചിലവഴിക്കാനുള്ള മടി കാരണം പുറത്തൊന്നും പോകാത്ത, അല്ലെങ്കിൽ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാത്ത, ഡ്രസ്സ് വാങ്ങിക്കാത്ത, അതൊക്കെ ക്യാഷ് ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി നല്ലൊരു ഡ്രസ്സ് വാങ്ങിയിടാത്ത ആളുകള് ക്യാഷ് അങ്ങനെ എടുത്തു വെക്കാണ്. ഇവർക്ക് അതൊന്നും, അവര് ഏതോ ഒരു, ഇന്ന് ഈ ഒരു 2025 ഈ ഇയറിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അവരേതോ 10, 40, 50, 60 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോ ഒരുപാട് സഹിച്ചുകൊണ്ട് ക്യാഷ് എടുത്ത് വെച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന, അതിലാരെങ്കിലും ചോദിക്കുമ്പോൾ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിനാണെങ്കിൽ ക്യാഷ് എടുക്കേണ്ടി വരുമ്പം അവർക്ക് വല്ലാത്ത സ്ട്രഗ്ലിംഗ് ആണ്. എൻ്റെ ക്യാഷ് ചെലവ് ആകുന്നു എന്നുള്ള കാരണം ഇതിങ്ങനെ അലമാരയില് അല്ലെങ്കിൽ ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അവർക്ക് വേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? നാളേക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവര് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ടാണ് ഞാനത് ചെലവഴിക്കുന്നത് എന്നാണ് അവർ പറയാ. 1 സെക്കൻഡ്, ലാപ്പ് ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ അവരെന്ത് ചെയ്യും, അവരുടെ റിലേഷൻഷിപ്പിനെ, ഈ ഒരു പിശുക്കന്മാരുടെ റിലേഷൻഷിപ്പിനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. അവരുടെ തന്നെയും അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകളും വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഇപ്പൊ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു ബന്ധമാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ബാക്കിയുള്ള ലൈഫൊക്കെ അവർ കുറേ സഫർ ചെയ്യൂലേ, സഫർ ചെയ്തേ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ അമ്മയാണെങ്കിൽ അച്ഛനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സഫർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബ്രദർ ആണെങ്കിൽ ഇവരുടെയൊക്കെ ഈ ഒരു പിശുക്കിനെ നമ്മൾ സഫർ ചെയ്തു പോകും. എന്നാല് ഒരു ഭാര്യ ആണെങ്കിൽ എന്താ ചെയ്യാ? കുറെ നാളൊക്കെ സഫർ ചെയ്തിട്ട് ചിലരെന്ത് ചെയ്യും, ഇപ്പൊ അത് ഇല്ലേ, ഇപ്പത്തെ കാലത്ത് അത് കൂടുതലും അവരെന്ത് ചെയ്യില്ല. ഇപ്പൊ ഒരുപാട് ഇല്ലേ, ക്യാഷിന്റെ പേരിൽ അങ്ങനെ ചെയ്യണം, ഇതിന് ഇങ്ങനെ ചെയ്യണം അല്ലെ, ഒരുപാട് എന്താണ് ഫോർമാലിറ്റീസ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഈ കൂടെ ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. എനിക്ക് പറ്റില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അല്ലേ, ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ബന്ധം ഈ ഒരു കാര്യത്തിൽ കുളമാകുന്ന ആളുകളും ഉണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവർക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇവരുടെ പ്രശസ്തി സമൂഹത്തിൽ ഇടിഞ്ഞു പോകും അല്ലെ? എത്ര വലിയ കാശ ഉള്ള ആളാണെങ്കിലും, ഇപ്പൊ നമ്മൾ നല്ലോണം അറിയുന്ന ഒരാളാണെന്ന് നോക്കുക, നല്ലോണം അറിയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് ക്യാഷ് ഒക്കെ ഉണ്ട്, സമ്പന്നനാണെന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ അവർ ജീവിക്കുകയും കൂടെ വേണം അല്ലെ? ക്യാഷ് ഒരുപാടുണ്ട്, അടുക്കുകളായിട്ട് വെച്ചിട്ടുള്ള സ്വർണ്ണം ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഒക്കെ ഉണ്ട് നോക്കുക.
ഇദ്ദേഹം ഇങ്ങനെ അറുപിശുക്കനായിട്ട് ജീവിക്കുമ്പം നമുക്ക് എന്തുണ്ടാവുക, അവരവിടെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. പിന്നെ അവർക്ക് എന്താ ഉണ്ടാവുക, പ്രശസ്തി ഉണ്ടാവില്ല. അവരുടെ ഈ പ്രശസ്തി ഇടിഞ്ഞു പോകും, അല്ലേ? ആളുകള് ഇവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ അവരുടെ ബന്ധങ്ങളിൽ, അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസത്തിലൊക്കെ തകർച്ച ഉണ്ടാവും, അല്ലെ? ഇവരാരും അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാവില്ല, അങ്ങ് മാറ്റി നിർത്തൂലേ? എത്ര ക്യാഷ് ഉണ്ടായിട്ട് എന്താ, അവര് ആ ഒരു അവരുടെ ഒരു പ്രശസ്തി, ആ പണമുണ്ടായത് കൊണ്ടുള്ള പ്രശസ്തി ഉണ്ടാകും. അല്ലാതെ നമുക്ക് അറിവുള്ളത് കൊണ്ട്, നമുക്ക് പാണ്ഡിത്യമുള്ളത് കൊണ്ടൊക്കെ പ്രശസ്തി ഉണ്ടാവും, അല്ലേ? നമുക്കറിയാം, അല്ലെ? പണത്തിന്റെ മീതെ പരുന്തും പറക്കൂല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അല്ലെ? പണത്തിന്റെ സ്വാധീനം കൊണ്ട് പലതും നേടിയെടുക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവർക്ക് എന്താണ്, ഈ പണം കൊണ്ട് ഇവർ ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ, അല്ലേ? അപ്പോ ഇവർക്ക് എന്തുണ്ടാവും, ഇവർക്ക് ആ ഒരു പ്രശസ്തി ഇല്ലാതെ ആയിപ്പോവും. ഇവരത് ഉപയോഗിക്കൂല, കൂട്ടി കൂട്ടി അങ്ങ് വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്നവരായിരിക്കും ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്ന് പറയും, അല്ലെ? ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ട്, നമ്മളിപ്പോ പറഞ്ഞതുപോലെ അത് ചിലവഴിക്കുന്നില്ല എങ്കിൽ, അല്ലെ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലെ, എന്താണ്, ജീവനുണ്ട് പക്ഷെ ചത്ത പോലെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ സമ്പത്തുള്ള ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാതെ ജീവിക്കുന്ന ആള്. എന്താണ്, അയാള് കാശ് ഉണ്ടെങ്കിലും ദരിദ്രനാണ്, അല്ലെ? പഴഞ്ചൻ സ്റ്റൈലായിരിക്കും, നല്ലൊരു വീട് ഉണ്ടാവില്ല, നല്ല ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കുന്നില്ല എങ്കിൽ ഇവരതാരാണ്, ഒരിക്കലും റിച്ച് അല്ല, അവർ ദരിദ്രര് തന്നെയാണ്, അല്ലെ? ആ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റീസ്, നല്ല വിദ്യാഭ്യാസം കൊടുക്കൂല മക്കൾക്ക്, അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, മറ്റുള്ള അവസരങ്ങള്, അവർക്ക് വരുന്ന അവസരങ്ങളെ അവർ ഉപയോഗപ്പെടുത്തി ഗ്രോ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് എന്താണ് ഉണ്ടാവുന്നത്, ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ആളുകളാണ്. ഓക്കെ. അപ്പോ ഞാന് ഒരു നമ്മൾ റൂക്കോളിന്റെ സ്റ്റോറി പറഞ്ഞു, അല്ലേ? റൂക്കോളിന്റെ സ്റ്റോറി പറഞ്ഞു. അപ്പൊ കുറച്ച് ആളുകൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ. എനിവേ, നിങ്ങൾ റെക്കോർഡ് എടുത്ത് കേൾക്കുകയാണെങ്കിൽ ഓക്കെ. ഫസ്റ്റില് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ, അവിടെ ഫസ്റ്റ് ഭാഗം റെക്കോർഡ് ചെയ്തിട്ടില്ല. എനിവേ, ഒരു റൂക്കോളിന്റെ സ്റ്റോറി നമ്മൾ പറഞ്ഞത്, വേറൊരു ഞാൻ കണ്ടിട്ടുള്ള ഒരാളുടെ സ്റ്റോറി പറയാം. ഞങ്ങളുടെ അടുത്ത് ഒരു ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛന് ഒത്തിരി ലാൻഡ് ഉണ്ട്, ഒരുപാട് ലാൻഡ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, വീടുണ്ട്, മക്കളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്. കണ്ണെത്താ ദൂരത്തോളം അവിടെ ഇവിടെയൊക്കെ ഓരോ പറമ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ അവിടെ മാങ്ങൊക്കെ പെറുക്കാൻ പോകുമ്പോഴേ അപ്പൊ അപ്പച്ചൻ എന്ത് ചെയ്യും, ഓടിച്ചു വിടുവേ. അപ്പം ഇതുപോലെ ആളുകളൊക്കെ അവരുടെ പറമ്പിലൊക്കെ പോകുമ്പോൾ ഭയങ്കര, എന്താ പറയുക, നമ്മൾ പറഞ്ഞ പോലെ ആ ചിരിയില്ല, എപ്പോ ഒരു ഭയങ്കര ഒരു സീരിയസ്, ഇങ്ങനെ വയറൊക്കെ ചാടിയിട്ട് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു അപ്പച്ചൻ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെ എപ്പോഴും അങ്ങനെ മനുഷ്യന്മാരോടൊക്കെ ഇങ്ങനെ ഒത്തിരി ഇതെന്താ, ദേഷ്യത്തോടു കൂടി, ഒരു എന്താ പറയാ, നമ്മള് ഒരു ഐശ്വര്യം ഇല്ല എന്നൊക്കെ പറയില്ലേ, ചിലർ കാണുമ്പോൾ നല്ല ഐശ്വര്യല്ലേ കാണാന്, എന്തോ ഒരു പ്രത്യേകത തോന്നും, നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നില്ലേ. എന്നാൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരു ഇതുപോലെ എന്തോ ഒരു പേടി തോന്നുന്ന, ഒരു സന്തോഷമില്ലായ്മ, ഒരു എന്തോ ഒരു പ്രത്യേക ഒരു ഇത് തോന്നുന്ന ഒരു വ്യക്തി. അപ്പോ അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, മക്കളൊക്കെ. ഞാൻ അന്ന് കുഞ്ഞാവുമ്പോഴേ എവിടെയൊക്കെയോ വിദേശത്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഇപ്പോൾ കുറെ കാലങ്ങൾക്ക് മുമ്പ്, ഇപ്പം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ആ ഇക്കൂട്ടർ മുഖത്ത് നോക്കി സംസാരിക്കൂല, ശരിയാണ്, അല്ലേ? എന്തോ എന്തോ ഒരു ലോസ് ഉള്ള പോലെയാണ് അവർക്ക് തോന്നുന്നത്. അത് മറ്റുള്ളവരൊന്നും ഇവർ വിശ്വസിക്കൂല, അല്ലേ? ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, അല്ലേ? എന്നെ പറ്റിക്കോ, എന്റെ ക്യാഷ് എന്തായി, ആരെങ്കിലും എടുത്തോണ്ട് പോവോ, അല്ലെങ്കിൽ ഇവരോട് ഞാൻ സംസാരിച്ചാൽ ഇവര് പറ്റിക്കോ, അതെ കടം ചോദിക്കോ, എന്നൊക്കെ ഉള്ളൊരു ഭയമായിരിക്കാം. അപ്പോ നമ്മുടെ ഈ അച്ഛനും അതുപോലെ തന്നെയാണ്, ആരോടും അങ്ങനെ ചിരിക്കാത്ത പ്രകൃതമുള്ള ആളായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഇയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. എന്നാൽ ആ മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്, മക്കളൊന്നും ഇല്ല. മക്കൾക്കാണെങ്കിൽ ഇട്ടുമൂടാനുള്ള സ്വത്ത് അവർക്കും ഉണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്വത്ത് അദ്ദേഹം വിനിയോഗിച്ചില്ല,
അല്ലെ? അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല, മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുമില്ല, അല്ലെ? ഇങ്ങനെയുള്ള കുറേ സമ്പത്തുകള് അതെവിടേക്കാണ് പോകുന്നത്? അല്ലേ? നമ്മള് ബാങ്കിലൊക്കെ ക്യാഷ് ഇടൂലേ? ചില ആളുകൾ അറിയാതെ ബാങ്കിൽ ഇങ്ങനെ കാശ് ഇട്ട് കൂട്ടൂലേ? അല്ലേ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബാങ്കിലൊക്കെ ഒരുപാട് ക്യാഷ് ഇങ്ങനെ ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? ഒരു വീടില്ലാതെ, അല്ലെങ്കിൽ ഒരു 3 സെന്റ് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ വീട് വെക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അല്ലെ? ഇപ്പൊ ഈ ആളുകള് ഇട്ട് കൂട്ടുന്ന ഒരുപാട് കാശുകള് അത് എവിടേക്ക് പോകുന്നു? സർക്കാരിലേക്ക് പോകുന്നുണ്ടാവൂലേ? ഒരുപാട് ഇപ്പം എന്റെ ഫാദർ പറയുന്ന കേട്ട് എത്രയോ റിസർവ് ബാങ്കിൽ എങ്ങാണ്ട് എത്രയോ കോടികള് ആരുടെയാന്ന് അറിയാതെ കിടക്കുന്നുണ്ടെന്ന്. ഉം. അപ്പൊ ആ കോടികളൊക്കെ എങ്ങോട്ടാ പോവുക? നമ്മുടെ സർക്കാരിലേക്ക് പോകും, അല്ലെ? ദുരിതാശ്വാസ ഫണ്ടിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുമെന്നാണ് പറയുന്നത്. ആ സ്ഥാനത്ത് ഈ ഇത്രയുമുള്ള ഈ ഭൂമിയില് ഒരു കുറച്ച് ഭാഗം, അല്ലെ? ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ വിദേശത്തൊക്കെ പോകുന്നത് കൊണ്ട് പല പല വീടുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒത്തിരി പറമ്പ് ഇങ്ങനെ കാലങ്ങളായിട്ട് ആൾപ്രവേശം ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന കാണാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഈ ഭൂമിയൊക്കെ ഇതിന്റെയൊക്കെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇതിപ്പോ എനിക്കായിരുന്നു കിട്ടിയെങ്കിൽ ഞാൻ ഇത് ഇത്രയും ഭാഗം ഞാൻ എടുത്തിട്ട് ഞാൻ ആർക്കെങ്കിലും ഒക്കെ വീട് വെക്കാൻ, ഈ വീടില്ലാതൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറേശ്ശെ വീതിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവാറുണ്ട്. അല്ലേ? ഇങ്ങനെ കുറെ ആളുകളില്ലേ, ഒരുപാട് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ. അപ്പൊ നിങ്ങളൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ലാൻഡുകൾ ഇങ്ങനെ വെറുതെ കിടക്കുക, അല്ലെ? ഇങ്ങനത്തെ എത്ര ഈ ഒരു കൊച്ചു ഭൂമി എന്ന് പറയുന്ന ഇതില് എത്ര സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് അറിയാവോ? തരിശായിട്ടോ, അല്ലെങ്കിൽ വെറുതെ ആർക്കും ഉപയോഗമില്ലാതെ ഉപകാരമില്ലാതെ കിടക്കുന്ന കുറേ ക്യാഷ് നമ്മുടെ പല പല ബാങ്കുകളിലുണ്ട്, പല പല വ്യക്തികളുടെ കയ്യിലായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലാൻഡുകളും സൗകര്യങ്ങളും വീടുകളും വെറുതെ 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 കിടന്നിട്ട് തുരുമ്പിച്ച് അല്ലെങ്കിൽ ഇല്ലാണ്ട് ആയി പോകുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ ലോകത്ത് എവിടേക്കോ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ ആളുകളുണ്ട് സൗകര്യങ്ങളില്ലാതെ, ക്യാഷ് ഇല്ലാതെ, ഒരു ഹോസ്പിറ്റലുകളിൽ ഒരു ബില്ല് വന്നാൽ അടയ്ക്കാനില്ലാതെ, അല്ലെ? മക്കളുടെയൊക്കെ പ്രശ്നം കൊണ്ടോ ഹസ്ബൻഡിന്റെ പ്രശ്നം കൊണ്ടോ വൈഫിന്റെ അസുഖങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെ? അപ്പൊ നമ്മളോട് ചോദിക്കും, ഇങ്ങനെ ഇതിന് പേ ചെയ്യാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിപ്പോ എന്തിനാ എന്ന് പറഞ്ഞ് വിടുന്ന ആളുകളുണ്ട്, അല്ലെ? അപ്പൊ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ എത്രയെങ്കിലും ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആരുടെക്കോ ജീവന് രക്ഷ കിട്ടുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇതുപോലെ പിശുക്കി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മളുടെ സമ്പത്തിനെ എല്ലാവർക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു സംഭാവനകൾ ചെയ്താല് നമുക്കത് എന്തുണ്ടാകും? ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഈ കനത്ത മുഖമായിട്ട് നടക്കുന്നതിന് പകരം ആരെങ്കിലും സഹായിക്കുമ്പം നമ്മുടെ ഉള്ളില് ഹാപ്പി ഹോർമോണ് ഉണ്ടാവുന്നുണ്ട്. സെറോട്ടോണിൻ പോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് ഹെൽത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് മറ്റുള്ളവർ പുഞ്ചിരിക്കും, അല്ലെ? പുഞ്ചിരി ദാനമാണ്, ധർമ്മമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ അത് ചെയ്യാതെ എന്തിനോ വേണ്ടി ഈ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഓടി 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 നടന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട്, ഇല്ലേ, ഈ ജീവിതം ഇങ്ങനെ വെറുതെ പൊലിഞ്ഞു പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ ആളുകളുടെ ഇടയിലൊക്കെ ഒന്ന് ഇറങ്ങി അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യുക എന്നുള്ളത്, അല്ലേ? അപ്പൊ ചിലര് പറയാം, അതൊക്കെ പറയാം, അത് പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോ, ആ ആ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോ കാണാന്നൊക്കെ പറയുന്ന ആളുകള് ഉണ്ടാവും, അല്ലേ? പക്ഷെ നമുക്കുള്ളതിൽ നിന്ന് ഒരു കുഞ്ഞ് കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഇല്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞത് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലാണെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സമ്പത്തൊക്കെ കണ്ട് മടുത്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്? ഈ ദാനധർമ്മത്തിലേക്കൊക്കെ
ഇറങ്ങുന്നത്. ഇല്ലേ? എത്ര ഈ ഒരു സമ്പത്തില്, ആ ഒരു സുഖലോലുപതകളില് ജീവിക്കുന്നതിനേക്കാളും അതിനേക്കാളൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് മറ്റുള്ള ആളുകളിലേക്ക് ഇറങ്ങിയിട്ട് അവരെ ഒന്ന് സഹായിക്കുമ്പോ, അവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോ, അല്ലേ? അല്ലെങ്കിൽ ഞാനും എൻ്റെ വീടും എൻ്റെ കുട്ടികളും മാത്രം എന്നുള്ള ആ രീതി മാറിയിട്ട് നമ്മൾ നമ്മുടെ ലോകത്തെ, നമ്മുടെ കൂടെയുള്ളവരെ അറിയേണ്ടത് നമ്മൾ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെ? സോഷ്യൽ ആനിമൽ ആയിട്ടാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്, സാമൂഹിക ജീവിയായിട്ടാണ്, അല്ലേ? അപ്പൊ നമ്മുടെ വ്യക്തികളോടും ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്ന ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു രോഗമാണ് പിശുക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ പിശുക്ക് എന്ന് പറയുന്നത് ഒരു രോഗം തന്നെയാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെയും സമാധാനത്തിലെയും അല്ലെങ്കിൽ നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹത്തെയും ഫീൽ ചെയ്യാതെ ഇതിനെങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോകത്ത് എന്നോ ജീവിക്കാം, ഞാൻ സമ്പന്നനായിട്ട് അല്ലെങ്കിൽ കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ വെറും പേപ്പറുകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോഹങ്ങളായിട്ടുള്ള ഈ ഒരു വസ്തുവിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ സന്തോഷിക്കാതെ മാറ്റി വെച്ചിട്ട് എന്താ സംഭവിക്കാം? എന്ത് സംഭവിക്കുക? ഒരു കോട്ട് പറയുന്നുണ്ട്, ഡോണ്ട് ബി ലൈക്ക് എ മൈസർ ഹൂ സേവ്സ് ഫോർ ദോസ് ഹൂ വിൽ ബറി ഹിം എന്ന്. അതായത് ഒരിക്കലും ഒരു മൈസറിനെ പോലെ ആവരുത്, അല്ലെങ്കിൽ ഒരു മൈസർ ആവരുത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തെ കുഴി മൂടുന്ന അവർക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ അടക്കം ചെയ്യുന്ന ആളിന് വേണ്ടിയിട്ട് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. സത്യല്ലേ? അല്ലേ? സത്യല്ലേ? ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞു, ആ അച്ഛന്റെ കാര്യം പറഞ്ഞു, ആ അച്ഛന് ആളുകളായിട്ട് അല്ലെങ്കിൽ കുറെ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, ഇവരിങ്ങനെ പിശുക്കിയിട്ട് ഈ പിശുക്കന്മാർക്കുള്ള സ്വത്ത് അവർക്ക് ഒരിക്കലും അത് ഉപകാരപ്പെടുന്നില്ല. ഞാൻ കുറെ വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അവര് സമ്പാദിച്ച് ഈ ലോകത്ത് കഷ്ടതകൾ അനുഭവിക്കാൻ മറ്റുള്ളവർക്കും കഷ്ടത കൊടുക്കുന്നു, അതേപോലെ സമൂഹത്തിനും ഉപകാരപ്പെടാത്തവരായിട്ട് മാറിയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത്, ഇത്രയും വലിയ എമൗണ്ട് അല്ലെങ്കിൽ ആർക്കാ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ആരോ ഉപയോഗിക്കും. ഒരുപക്ഷെ ഒരിക്കലും അർഹതയില്ലാത്ത ആളുകൾക്കൊക്കെ ആയിരിക്കും വരിക, അല്ലെ? മക്കൾക്ക് കൊടുക്കാത്ത ആളുകൾ, അവരുടെ സ്വത്ത് എന്താവും? ഏതോ അവരുടെ ആ ഒരു പരമ്പരയിലുള്ള ആളുകൾക്ക് പോലും കിട്ടാതെ വേറെ ആർക്കോ കിട്ടിപ്പോവാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാങ്കിലുള്ള ഈ പണം ആരോ കഷ്ടപ്പെട്ടിട്ട് സ്വരുക്കൂട്ടി വെച്ചതായിരിക്കാം. അന്നത്തെ കാലത്ത് ഇവരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ നാട്ടുകാരൊക്കെ ചില പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോയിട്ടുണ്ടാവും, അല്ലെ? എന്നിട്ട് അദ്ദേഹം അതൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് ആർക്ക് ഉപകാരപ്പെട്ടു, അല്ലേ? അപ്പോ അതുപോലെയാണ് നമ്മുടെ ക്യാഷ്. നമുക്ക് അത് ഉപയോഗപ്പെടുത്താനാണ് ദൈവം തന്നിട്ടുള്ളത്. നമ്മൾ ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ളവരിലേക്ക് അത് പോവുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു മനോഹാരിതയുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ എന്താണ്, അത് വെറും ഉപയോഗമില്ലാത്ത ഒരു പാഴ്വസ്തു പോലെയാണ്. അതെ അതെ. ഓക്കെ. അത് പിശുക്കനെ പെരിച്ചാഴിയുടെ ഗതിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ്, ശരിക്കും അതുപോലെ തന്നെയാണ്. ഈ അവരുടെ ഹൃദയം ഉണ്ടല്ലോ ഇങ്ങനെ കുടുസായിരിക്കും, അല്ലെ? ഇടുങ്ങിയതായിരിക്കും. ഓക്കെ, ഖുറാനിൽ പറയുന്നുണ്ട്, പിശുക്കന്റെ ഹൃദയം കുടുസായിരിക്കും, ഇടുങ്ങിയതായിരിക്കും. പിശുക്കന് പിശുക്കന് സ്വയം പിശുക്കനാവുന്നതോടൊപ്പം മറ്റുള്ളവരെ പിശുക്കനാവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവം നൽകിയ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലേ? അല്ലേ, അവർ ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്യാരക്ടറൊക്കെ വെച്ച് നോക്കൂ, റുക്കോളിന്റെ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഈ അച്ഛന്റെ ആവട്ടെ, അവരുടെ ആ ഹൃദയത്തിൽ ഒരു കുടുസതയാണ് അനുഭവിക്കുന്നത്. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ദാനധർമ്മം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാതായി പോകുന്നില്ല. ആ കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ കൊടുക്കുന്തോറും നമുക്ക് ഏറുകയാണ് ചെയ്യാം, കുറഞ്ഞു പോവില്ല. അപ്പോ ഈ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സംഭവം ഒരിക്കലും അവർക്കും ഉപകാരപ്പെടില്ല, അവരുടെ മറ്റുള്ളവർക്കും അല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവർക്കും ഉപയോഗപ്പെടുന്നില്ല, ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്.
അല്ലേ? അതുപോലെ തന്നെ പറയുന്നതാണ് അല്ലേ, നമ്മളിപ്പം പറയും ഇങ്ങനെ പണം ചെലവഴിക്കണം എന്ന് പറയുമ്പം അനാവശ്യമായിട്ട് നമ്മൾ ചെലവഴിക്കാനും പാടില്ല. എന്ത്? അതുപോലെ തന്നെ അനാവശ്യമായിട്ട് സൂക്ഷിച്ച് വെക്കാനും പാടില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ നോക്ക്, ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ നമ്മൾ പറയും, ചിലർ പറയും ദൈവം ഇതിന് ചോദിക്കും, അതിന് കണക്ക് ചോദിക്കും, ഇതിന് കണക്ക് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ ഈ പിശുക്കന്മാരുടെ ഒരു ന്യായമാണ് കേട്ടോ. അവർ പറയുന്നതാണ്, ഞാൻ ദൈവത്തെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്, ദൈവം ഇങ്ങനെ കോപിക്കും ഞാൻ അനാവശ്യമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ. അനാവശ്യമായിട്ട് പോയിട്ട് അത്യാവശ്യത്തിന് പോലും അവര് ചെലവഴിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ദൈവം പിശുക്കിനെ വെറുക്കുന്ന എന്നതാണ്. ഓക്കെ, ഇഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും പിശുക്കിനെ ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെ ധൂർത്തിനെയും, അല്ലെ? ധൂർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ചില ഫംഗ്ഷനുകളിലൊക്കെ ഒത്തിരി 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 അനാവശ്യമായ ചെലവ്, അല്ലെ? അതിനെ അത് ആ ഒരു രീതിയും നല്ലതല്ല, എന്നാൽ തീരെ ചെലവഴിക്കാത്തതും നല്ലതല്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ഇതില് ഇപ്പൊ എല്ലാ മതസ്ഥരും അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന തന്നെയാണ്, അല്ലെ? ദാനധർമ്മത്തിനെ കുറിച്ച്, അല്ലെ? നമ്മളിപ്പോ പറയുന്നുണ്ട് സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, അല്ലെ? ഇത്ര ഒരു പെർസെന്റേജ് നമ്മൾ നമ്മുടെ സ്വത്തിൽ നിന്ന് ദാനധർമ്മം ചെയ്യണം. ഞാനൊരു ഇതിൽ വായിച്ചെടുത്ത് നമ്മുടെ ഹിന്ദു മതവിശ്വാസ പ്രകാരം അതിന് എത്രയോ ഒരു കണക്ക് ഒരു പറയുന്നുണ്ട്, ഇല്ലേ? എനിക്കറിയില്ല എത്രയോ വേണേ മാം, അല്ലെ? നിങ്ങളുടെ ഇതിൽ ഞാൻ ഏതൊരു ഇതിൽ വായിച്ചിരുന്നു, അതിന്റെ ഒരു പെർസെന്റേജ് എനിക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇത്രയും എത്രയോ ഇത് നമ്മൾ ദാനധർമ്മം നടത്തണം എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ ക്യാഷിൽ ഇത്രയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആരാണോ കൊടുക്കുന്നത് അവർക്കാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കാണ് ഒരു ഐശ്വര്യം ഉണ്ടാവുന്നത്, ഇല്ലേ? ചില സമയത്തൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഇത് എങ്ങനെ വന്നു എന്നറിയില്ല. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു 2.5%, അത് നമ്മുടെ ഇതിലല്ലേ, ഇസ്ലാമിക് ഇതിലാണ്, ബിലീഫ്സിലാണ് പറയുന്നത് 2.5% എന്ന്. പക്ഷെ നമ്മുടെ ഞാനൊരു ഇതിൽ വായിച്ചതാണ് കേട്ടോ, ഹിന്ദു മത വിശ്വാസ പ്രകാരം എത്രയോ കൂടുതലാണ് അവർ അതിൽ പറയുന്നത്. ഓക്കെ, അത് എനിക്കറിയില്ല, മറന്നുപോയി കേട്ടോ. ഒന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ബുദ്ധ പറയുന്നുണ്ട്, സൈലൻസ് ദ മൈസർ വിത്ത് ജനറോസിറ്റി, പിശുക്കനെ ഔദാര്യം കൊണ്ട് നിശബ്ദനാക്കുക എന്നുള്ളത്. ഓക്കെ, പിശുക്കൻ ഇങ്ങനെ പിശുക്കുമ്പോ നമ്മൾ നമ്മുടെ ആ ഒരു ഔദാര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മള് ക്യാഷിനെയാണ് ഉണ്ടാക്കേണ്ടത്, ക്യാഷ് നമ്മളെ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോ നമ്മുടെ പിശുക്കിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ സമയം ലിമിറ്റ് ചെയ്യാണ്, പറയാനുണ്ട് പറഞ്ഞാൽ അങ്ങനെ പോവും. അപ്പം ഞാൻ കുറച്ച് ടൈം ലിമിറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പിശുക്ക് കാരണം ജീവിതം പൊറുതിമിട്ടിയ ആളുകൾ ഉണ്ടാവും, നമ്മളിലേക്ക് തന്നെ ആ കോപ്പി ചെയ്ത ആ സ്വഭാവം കോപ്പി ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും, അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ബിഷ്കിന് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അത് എത്രമാത്രം പ്രയാസം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ചിലരൊക്കെ പറയാറുണ്ട്, ചില ക്ലയൻസ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, മാം ഇങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിന്റെ സ്വഭാവം, ഇങ്ങനെയാണ് അച്ഛന്റെ സ്വഭാവം, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് കാരണം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ ആള് വരെ നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അയാളുടെ പിശുക്ക് കാരണം പൊറുതി മുട്ടിയിട്ട് പിന്നെ ഒരു 10-25 വർഷം മുമ്പ് അവര് ഡിവോഴ്സ് ആയി, എന്നിട്ട് ഇപ്പൊ വേറൊരാൾ കല്യാണം കഴിച്ച് വളരെ നല്ല ഹാപ്പി ആയിട്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ പിശുക്കുമ്പം ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളവര് നമ്മൾ ചിലപ്പം വിട്ടിട്ട് പോയേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ ടേൺ ആണ്, നിങ്ങളുടെ എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഇതിന്റെ പിശുക്കിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് നമുക്ക് കുറെ മെത്തേഡുകൾ ഉണ്ട്. നമുക്ക് അതിനെ നമ്മളെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പിശുക്കിൽ നിന്നും, അതൊരു നമ്മൾ പറഞ്ഞല്ലോ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കണ്ടിട്ട് നമ്മളിലേക്ക് വരുന്നതാണെന്ന്, ഇതിന് ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും, അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്ക് തെറാപ്പി ഉണ്ട്, കൗൺസിലിങ്ങിലൂടെ ഒക്കെ നമ്മുടെ ഈ ഒരു ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്, അല്ലെ? ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വിശ്വാസിയായിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവര്
ആ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നിലേക്ക് വരും എന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ആ വിശക്ക് ഉണ്ടാവില്ല അല്ലേ? എന്നിലേക്ക് കിട്ടിയത് ഇന്ന് എനിക്കിതുണ്ടെങ്കിൽ നാളെ, അല്ലെങ്കിൽ നമ്മൾ നാളെ എന്ന് ചിന്തിച്ചിട്ടാണ് ചെലവഴിക്കാത്തത്. നാളത്തേക്കുള്ള ആ ഒരു കാര്യം നമ്മളിലേക്ക് വരും എന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പിശുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മുടെ പിശുക്കിൽ നിന്ന് മോചനം വേണം, അല്ലെങ്കിൽ പിശുക്കുകൊണ്ട് മറ്റുള്ളവരെ പിശുക്കുകൊണ്ട് ഞാൻ പൊറുതിമുട്ടി എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാനായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം EFT ഗുരു എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം റെഡിയാണ്. കാരണം നിങ്ങളിലൂടെ നിങ്ങളുടെ കൂടെയുള്ളവരെ മാറ്റാനും നിങ്ങളുടെ സ്വന്തം സ്വഭാവത്തെ, ക്യാരക്ടറിനെ മാറ്റാനൊക്കെ നമുക്ക് സഹായിക്കുന്ന EFT ഗുരു എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഞാൻ വെൽക്കം ചെയ്യാണ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് നന്നായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് ഇവരിൽ മാറ്റമുണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ വിവിധ തരത്തിലുള്ള തെറാപ്പികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാം. ആദ്യം നമ്മൾ നമ്മുടെ സ്വന്തത്തെ സ്നേഹിക്കുക, നമ്മുടെ സ്വന്തത്തെ മനസ്സിലാക്കുക അല്ലെ? സ്വന്തത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്പെൻഡ് ചെയ്യാൻ പറ്റും. ക്യാഷിനെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എന്ത് ചെയ്യണം ഇല്ലേ? ഓവറായിട്ടുള്ള ആ ഒരു അത്യാഗ്രഹമൊക്കെ അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങളെ കേൾക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകളും മാറ്റങ്ങളും അവബോധവും ബോധവും ഒക്കെ ഉണ്ടാവാനും ആ ക്ലാസ്സാണ്. നിങ്ങളെ സ്വന്തത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു EFT ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ക്ലാസ് എന്താണ്, നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തുതരാം. സഹീർ സർ പറഞ്ഞോളൂ. ഹലോ സാർ. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മുടെ സമ്പത്തിനെ എങ്ങനെ ചെലവഴിക്കണം, അങ്ങനെ നമ്മൾ പിശുക്ക് കാണിക്കരുത്, പിശുക്കിനെ കുറിച്ചാണ് അന്നത്തെ ക്ലാസ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കാണിക്കണം. നമ്മൾ പിശുക്കരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഒരിക്കലും പ്രൈവറ്റ് ആശുപത്രിയിലേക്കല്ല നമ്മൾ ഓടേണ്ടത്. ആദ്യം നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങൾ നമുക്ക് ചികിത്സ നൽകുന്നുണ്ടോ എന്ന് അവിടെ പോയിട്ട് നമ്മൾ ചികിത്സ വാങ്ങുക. എന്നിട്ട് അവിടുന്ന് മാറ്റമില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ആശുപത്രികളിൽ പോയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വരവിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെലവിനെ കൺട്രോൾ ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് EMI, പിന്നെ ലോണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ട്രാപ്പ് ആക്കുന്ന ഒരുപാട് കെണികൾ എല്ലായിടത്തും ഉണ്ട്. ഒരിക്കലും അങ്ങനത്തെ കെണികളിൽ പോയിട്ട് ചാടാതിരിക്കുക. എപ്പോഴും നമ്മൾ വരവിനനുസരിച്ച് ചെലവ് ചെയ്യും. നമ്മളെ വരവ് നമുക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെലവ് വർദ്ധിപ്പിക്കാം. ഒരിക്കലും വരവ് വർദ്ധിപ്പിക്കാതെ നമ്മൾ ഒരിക്കലും ചെലവ് വർദ്ധിപ്പിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിടുത്തം വിടും. പിന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമ്മൾക്ക് എപ്പോഴും കടങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പല കാര്യങ്ങളും വരും. അപ്പൊ എന്തായാലും നമ്മൾ ചെലവിനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യണം. നമ്മളെ ലിമിറ്റിനനുസരിച്ച് നമ്മൾ ചെലവാക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും കാര്യത്തിലൊന്നും ദൂർത്താക്കാൻ പാടില്ല. ചിലവ് പറയുന്നതൊക്കെ നമ്മള് നാളെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ദിവസം മന്തി കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അവരാ ദിവസം ഈ കഴിക്കുന്ന മന്തിയാണ് അവരെ ചിലപ്പോ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ആക്കിയിട്ട് മരണപ്പെടുത്തുന്നത്. പക്ഷെ അങ്ങനത്തെ കാര്യത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോരും. നമ്മള് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കണം. എങ്ങനെ ഒരു ദിവസം രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷെയ് സർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തില്, അതുപോലെ അത്യാവശ്യ കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല അല്ലേ? എന്താണ് ഷെയ് സർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ മറ്റുള്ള ചിലർ എങ്ങനെയാട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന, എന്നാ കുറച്ചും കൂടെ നോക്ക് അല്ലേ, അത് മാറും നോക്ക്, അതിപ്പോ മാറും എന്നുള്ള എന്ത് ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അല്ലെ? ചിലപ്പോ വീണ് ഒടിഞ്ഞിട്ടുണ്ടാവും
വീണ് കിടക്കുന്നുണ്ടാവും. ആ എന്നാ വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ശരിക്കും നമ്മൾ ഒരിക്കലും നടത്തി കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനത്തെ പോലും നടത്തിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അല്ലേ? പിശുക്കിന്റെ മുന്നിൽ. ഗുഡ് മോർണിംഗ് മാം. ബിജു സർ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ഓട്ടോയുടെ സൗണ്ടാണ്, ഭയങ്കര സൗണ്ടാണ് കേൾക്കുന്നത്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്, ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടേ. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, കേക്കാവോ? ബിജു സർ നിങ്ങളുടെ കേൾക്കുന്നില്ല, ഓട്ടോയുടെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്, ഒന്ന് നോക്കൂ. ഫാത്തിമ മാം പറഞ്ഞോളൂ. നെക്സ്റ്റ് ബിജു സാറിന് ചാൻസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ മാം പറഞ്ഞ മാതിരി തന്നെ കുറെ ആളുകൾക്ക് കുറെ ഭൂമിയായിട്ടും സ്വത്തായിട്ടും ഒക്കെ ഉണ്ടാവും. അതൊന്നും ദാനം ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലേക്ക് വെച്ച് കൊണ്ട് അവര് മരണപ്പെട്ടു പോകുമ്പോ പിന്നെ മറ്റുള്ള രൂപത്തിലേക്ക് അത് അന്യാധീനപ്പെട്ടു പോകുന്ന പല സംഭവങ്ങളും നമുക്ക് അറിയാൻ പറ്റും. എന്നെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാന് പിന്നെ നമ്മളെ ഇപ്പോ ഈ ലൈഫ് പദ്ധതിയൊക്കെ വന്നപ്പോ ഒരു 10 പേർക്ക് 5 സെന്റ് ഭൂമി 50 സെന്റ് ഭൂമി ദാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു 10 കുടുംബങ്ങൾക്ക് വീടും ഭൂമിയും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് അത് പിന്നെ അത്തരത്തില് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ഈ അതുപോലെ തന്നെ കാശാണെങ്കിലും നമ്മൾ കയ്യില് മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നില്ലേന് എനിക്കത് നല്ല അനുഭവമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. കയ്യിലൊന്നും നമ്മൾ അങ്ങനെ സമ്പാദിച്ച് വെക്കാറില്ല ഒരിക്കലും. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു 10 രൂപക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയോ ഇതുവരെ ബുദ്ധിമുട്ടിയിട്ടില്ല. അതെന്റെ നമ്മളെ കയ്യിലേക്ക് ആ സമയത്ത് എങ്ങനെയെങ്കിലും എത്തപ്പെടും. അത് ഒരു സത്യം തന്നെയാണെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ വന്നിട്ടുള്ളതാണ്. അപ്പോ പിന്നെ നമ്മളെ EFT യിലൂടെ എന്നതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളിലൊക്കെ കൂടുതലൊരു ചെയ്യാനും കൊടുക്കാനും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ EFT യിൽ വന്നത് കൊണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഓരോ ഇതേമാതിരിയുള്ള ക്ലാസ്സുകളും കിട്ടുന്നത് കൊണ്ട് വലിയ ഉപകാരപ്രദമാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫാത്തിമ മാം. അപ്പൊ നമ്മുടെ ഈ ഈ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഒരു ഇപ്പോ ഞാൻ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോ അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ കോഴ്സിൽ ഇപ്പൊ ഒരു അഡ്വാൻസ് കോഴ്സിനൊക്കെ ഒരാൾ അഡ്മിഷന്റെ പ്രശ്നം പറഞ്ഞപ്പോ അവര് അവര് ഒരാൾക്കും അറിയില്ല, ആ കൊടുത്ത വ്യക്തിക്കും അറിയില്ല, അല്ല സ്വീകരിച്ച വ്യക്തിക്കും അറിയില്ല. എനിക്കും ആ ഒരു വ്യക്തിക്കും മാത്രമേ അറിയുള്ളൂ നിന്നെ ഈ ഒരു ഇത് കൊടുത്ത കാര്യം. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ EFT യിലൂടെ മറ്റുള്ളവരൊക്കെ സഹായിക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഹോസ്പിറ്റലിലെ എക്സ്പെൻസ് അല്ലെങ്കിൽ വീട് വെക്കാന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ അത്രയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് വലിയ വലിയ മനസ്സിന്റെ ഉടമകളുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പലപ്പോഴും അവരെ കുറിച്ചൊക്കെ ഓർക്കാറുണ്ട്. അത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോ അവർക്ക് അതുകൊണ്ട് എന്താണ് അവരുടെ അല്ലെ ഒരിക്കലെങ്കിലും ഇവരെ അവര് ചെയ്യുന്ന ആ ഒരു ഒരിക്കലും മറക്കൂലല്ലേ. അവരുടെ ഒരു പ്രെയർ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും അല്ലേ. അത്രയും അവർക്ക് എന്തോ ഒരു സന്തോഷമല്ലേ നമ്മുടെ ക്യാഷ് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴിയിലേക്ക് പോകുന്നത്. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ നമ്മുടെ ക്യാഷ് പല രൂപത്തിലും പോവാം അല്ലേ. ഓക്കെ ബിജു പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം, കേക്കാവോ? ഗുഡ് മോർണിംഗ്. കേൾക്കാം. ഹലോ, കേക്കാവോ? ഓക്കെ, ഇന്നത്തെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം പിശുക്ക് എന്ന് പറയുന്നത് ശരിക്കും എനിക്കുള്ള ഒരു സംഭവമായിരുന്നു. കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾക്ക് കണ്ണു മുമ്പേ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം വല്യപ്പനൊക്കെ പട്ടാള മേജറാണ്. നല്ല ലക്ഷങ്ങളെ സാലറി മേടിച്ചൊരു വ്യക്തിയായിരുന്നു എന്റെ വല്യപ്പൻ എന്ന് പറയും, അമ്മയുടെ അച്ഛൻ. നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ ഒരു പട്ടിയുടെ പോലെ. അപ്പൊ ഞാൻ ചിന്തിച്ചു കൂട്ടിയത് ശരിക്കും അന്നത്തെ ചെറുപ്രായത്തില്, അത് പ്രായത്തിലാന്ന് ഓർക്കുന്നത്, അന്ന് ഞാൻ കണ്ടത് ശരിക്കും
പണമാണ് ഏറ്റവും വലുത്. ഇപ്പൊ മാം പറയും, പക്ഷെ പണത്തിന്റെ പേര് പരുന്തും പറക്ക് എന്ന് പറഞ്ഞ വെറും തെറ്റിദ്ധാരണ. കാരണം നമ്മുടെ മനസ്സ് ചത്താൽ അവിടെ എത്ര കോടികൾ കൊടുക്കാന്ന് പറഞ്ഞാൽ വെറും കടലാസിന് തുല്യമാണ്. അപ്പൊ നമ്മൾ ശരിക്കും ആ ചെറുപ്രായത്തിൽ ചത്ത മനസ്സിൽ കുറെ സാധനം നമ്മള് അതിൽ നിന്ന് നമ്മൾ അടക്കി വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് കാര്യമാണേലും ശരിക്കും നമ്മൾ ചെറുപ്രായത്തിൽ കിട്ടുന്ന ദുരനുഭവങ്ങളുടെ കുറെ കാര്യങ്ങളാണ് നമ്മൾ വളർന്നു വരുന്ന ആ സിറ്റുവേഷനിൽ നമ്മൾ പിന്തുടരുന്നത്. പക്ഷെ ഇതിനകത്ത് കുറെ തിരിച്ചറിവുകൾ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ അടികൾ കിട്ടും. അടികൾ കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് ഹലോ, മൈക്ക് കുറച്ച് വിട്ടു പിടിക്കോ? കുറച്ച് അടികൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് ശരിക്കും തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ ശരിക്കും ബോധം ഉണ്ടാകും. ബോധം ഉണ്ടാകുന്ന പറഞ്ഞാൽ ശരിക്കും നല്ലപോലെ ബോധത്തോട് പെരുമാറും. പിശുക്കുന്ന സംഭവം ഇങ്ങനെയല്ല. ശരിക്കും നമ്മുടെ ഉള്ളിലെ കുറെ കാര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ കറക്റ്റ് വേക്കൂടെ പെരുമാറും. അത് ഞാൻ അനുഭവിച്ച എന്റെ ശരിക്കും പറ്റ തകർന്ന് തരിപ്പണമായി അതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ഞാനെന്ന ബിജു എന്ന വ്യക്തി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഞാൻ. കാരണം എന്റെ ഉണ്ടാക്കിയതെല്ലാം ഞാൻ കളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് മറ്റുള്ളവർ വരുന്ന അവരെ സഹായിക്കുമ്പോൾ ഒക്കെ നമ്മളൊക്കെ അവർ നമ്മളെ കൂടെ നിൽക്കുമെന്നുള്ള ആ ഒരു ബോധ്യം ശരിക്കും ഞാൻ പഠിച്ചു മാം. കാരണം എനിക്ക് പിശുക്കുണ്ടായിരുന്നു, നല്ല രീതിയിൽ പിശുക്കുണ്ടായിരുന്നു. ഞാൻ അതിന്റെ അനുഭവങ്ങൾ ഞാൻ ശരിക്കും അനുഭവിച്ചു. ഞാൻ വളരെ ഹാപ്പിയാന്ന് പറഞ്ഞു കഴിയുമ്പോ പഴയ ഒരു അവസ്ഥയിൽ അതൊക്കെ മാറിയാൻ എന്റെ റൂട്ട് കോഴ്സ് കണ്ടുപിടിച്ചു. ഇക്കോ ഹീലിംഗ് റൂട്ട് കോഴ്സ് റോമിന മാം എന്നെ സഹായിച്ചു. അതുപോലെ ആ EFTയോട് വളരെയേറെ നന്ദി പറഞ്ഞു. ഞാൻ പഴയ ബിജു അല്ല, ഇപ്പം പുതിയൊരു ബിജുവാണ്. പുതിയ ജന്മം നേടിയതിന് വളരെയേറെ നന്ദി പറയുന്നു മാമനോടും. അതുപോലെ ഇതുപോലെ ക്ലാസ്സുകൾ തരുന്ന എല്ലാ മാമന്മാരോടും, എല്ലാ PCമാരോടും, NPC റുബിന മാമനും ഷാഹിറ ഹെയറിനോടും, നമ്മുടെ പ്രിയ ഗുരുവായ റഫീഖ് സാറിനോടും, നമ്മുടെ ഓൾ EFT ഫാമിലി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു 1000 നന്ദി. താങ്ക് യു. ബിജു സാർ. അപ്പൊ ബിജു സാർ എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞല്ലോ റൂട്ട് കോസ് എന്താണെന്ന് പഠിപ്പിച്ചു. ഇപ്പൊ നമുക്ക് പിശുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു തെറ്റല്ല. അത് എന്തോ ഒരു കാരണം കൊണ്ടാണ്. ആ ഒരു റൂട്ട് കോസ് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നും നമുക്ക് റിലീഫ് കിട്ടാനുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് ഈ ഒരു EFTയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് കണ്ടെത്തി ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാരക്ടറിൽ നിന്ന്. അപ്പോൾ നമുക്കാണ് ഈ ഒരു ബിഹേവിയർ ഉള്ളതെങ്കിൽ അതിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ളവർ സഫർ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അതിന് എന്താണ് പ്രതിവിധി എന്നുള്ളതും അതായത് നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ട്, EFT എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും റിലീഫ് കിട്ടും. അപ്പൊ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും. അവിടെയാണ് നമ്മുടെ മെന്റേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, റുക്യ മാം കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്, എവിടെയായിരുന്നു? അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായി ഞാൻ വരാൻ, ഇന്നലെ സാറിനോട് ബാറ്റോട്ട് പറഞ്ഞിന്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഡൗണായി പോയി മാം. മരുമോള് ഹോസ്പിറ്റലിലാണ്, അത് പ്രസവിച്ചാണ്ടേ. അപ്പൊ അങ്ങനെ ഒരു ഇനി ഓക്കെ, ഇപ്പൊ റെഡിയായി. ഓക്കെ. പിന്നെ ആദ്യമായി ഈ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിഞ്ഞതിന് പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. ഇതിലേക്ക് കൊണ്ടുവന്ന എന്റെ മുൻദാസിന് ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ റഫീഖ് സാറിനോടും ഇതിലുള്ള ദസ്ലിന മേമനോട്, പിതാ മേമനോട്, എൻ്റെ പിസിയായ ഫസീലത്ത് മേമനോട്, നമ്മൾക്ക് എല്ലാ സെഷനും തരുന്ന എല്ലാ മാമന്മാർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. പിന്നെ ഫിഷിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായി, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഒരു ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇനി കഴിഞ്ഞു പോയത്. ചെറുക്കാലത്ത് കല്യാണം കഴിച്ചത് അങ്ങനെ ഒരു അവസ്ഥയിലേനി. അപ്പോൾ ഹസ്ബൻഡിന്റെ ഉപ്പാക്ക് രോഗം വന്ന് ഹസ്ബൻഡിന്റെ ഉപ്പ മരിച്ചു. അപ്പോൾ ഹസ്ബൻഡിന്റെ ഉപ്പാന്റെ ആൾമറ തുറന്നപ്പോൾ 40,000 രൂപ അതിൽ ഉണ്ടായിനി, മരിച്ചതിന് ശേഷം കണ്ടത്. അങ്ങനെ ഓർമ്മയായിപ്പോ ഈ ക്ലാസ് കേട്ടപ്പോഴേ അപ്പൊ ഒന്ന് പറയാന്ന് വിചാരിച്ചു വന്നതാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവിടെ ഒരു പട്ടിണി കാരണമാണ് സത്യത്തിൽ അവിടെ ജീവിച്ചു പോകുന്നത്. പക്ഷെ മരിച്ച് കഴിഞ്ഞപ്പോ ആൾമറ തുറന്നു നോക്കിയപ്പോഴാണ് 40,000 രൂപ അട്ടിയാക്കി വെച്ച്
ആൾമറയിലുണ്ടായിന്. അതൊക്കെ ഇങ്ങനെ ഓർമ്മയായി, പഴയ കാലത്തത് ഓർമ്മയായി. പിശുക്കിന്റെ കാര്യം പറഞ്ഞപ്പോ അതേ കുറച്ചൊക്കെ ഒരു സ്വഭാവം എന്റെ ഹസ്ബൻഡിനും അത് കിട്ടിയിരിക്കണം. ഈ സാഹചര്യത്തിലൂടെ കിട്ടിയതാവുമെന്ന് ഇപ്പൊ മനസ്സിലായി. താങ്ക് യു മാം, അത് പറയാൻ വേണ്ടി വന്നതാ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അതുപോലെ ഒരു കാര്യം ഓർത്തത്, നമ്മുടെ ഇപ്പൊ ഈ നോട്ട് നിരോധനം വന്നല്ലോ. ആ നോട്ട് നിരോധന സമയത്തൊക്കെ എത്രയോ ആളുകളുടെ ക്യാഷ് വെറുതെ പോയിട്ടുണ്ടാവില്ലേ? അല്ലെ, വാല്യൂ ഇല്ലാതായി പോയിട്ടുണ്ടാവാം അല്ലെ? ഓക്കെ, സൽമാൻ പറയൂ. സൽമാൻ അൺമ്യൂട്ട് ചെയ്തോളൂ. എന്താണ് ഗുഡ് മോർണിംഗ് ക്ലാസ് മാം. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശേഷം? പറയൂ സൽമാൻ. ഇന്നത്തെ ക്ലാസ് അടിപൊളി, സൂപ്പർ. ഓക്കെ, പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ സൽമാൻ? ആ, ഓക്കെ, ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഈവനിങ് പ്രാക്ടീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ? ഇല്ല ഇല്ല, ഈവനിങ് പ്രാക്ടീസിൽ രാവിലെ വരണം. ഉള്ളൂ. നമുക്ക് അല്ലെ, വേറെ ആ, മറ്റുള്ള കോഴ്സുകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? നമ്മളെ മോർണിംഗിലുള്ള മെഡിറ്റേഷൻ, ATC അല്ലെ, ഈവനിങ്ങിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസ് തരുന്നുണ്ട് അല്ലെ? ആ ഒരു പ്രാക്ടീസ് നമ്മൾ ആ, ഉപയോഗപ്പെടുത്തണം. ഓക്കെ, നമ്മുടെ കോഴ്സിൽ പക്ഷെ ഇത് വേണ്ടേ? മറ്റുള്ള ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടുന്ന ഒരു അനുഗ്രഹമാണത്. അത് നിങ്ങൾ ഡെയിലി അല്ലാതെ ഫീസ് വേണ്ടേ? ചെയ്തുകൊണ്ടാണെങ്കിൽ തന്നെ എന്തോ അത് ഫീസ് എത്ര? ഒരു ഫീസും ഇല്ല. സൽമാൻ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രീയാ, ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങളെ ഇതിനകത്ത് എന്ത് നമ്മുടെ കൂടെ ചേർത്ത് ഈ പിടിച്ചു ഇതിനകത്ത് കൊണ്ടുപോവാണ് നിങ്ങൾ. തന്നെയാണോ? സൽമാൻ നമ്മുടെ കോഴ്സ് ചെയ്തല്ലേ? ആ കോഴ്സ് ചെയ്ത ആളുകൾക്ക് ഈവനിങ്ങിൽ ആ നിങ്ങളുടെ PCI കണക്ട് ചെയ്തോളൂ കേട്ടോ സൽമാൻ. ഓക്കെ, ആ ഓ ശരി. അപ്പൊ ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞ എല്ലാവർക്കും ഇന്നിപ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനുള്ള ഒരു ഇതാണ് നമുക്ക് ഈവനിങ്ങിൽ നമുക്ക് ആ ഒരു പ്രാക്ടീസ് 9:30 to 10 വരെയുള്ള ആ ഒരു അരമണിക്കൂറിൽ എന്നും നമ്മൾ പ്രാക്ടീസ് തരുന്നുണ്ട്. ഓക്കെ, അത് കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ, കോഴ്സ് കഴിയാത്ത ആളുകൾക്കുള്ളതല്ല കേട്ടോ. അപ്പൊ കോഴ്സ് കഴിഞ്ഞ ആളുകൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ദിവസം അന്നന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് മുന്നിലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, സുഹറമ്മ പറഞ്ഞോളൂ. രണ്ടു കുട്ടി, ഗുഡ് മോർണിംഗ്. അടിപൊളി ക്ലാസ്, സൂപ്പറായിരുന്നു. എനിക്ക് പിശുക്കത്തരം ഉണ്ടോ? ഞാൻ അങ്ങനെ എല്ലാ കാര്യത്തിലും കടക്കാറും ചെലവഴിക്കാറും അത്യാവശ്യം എന്റെ കാര്യത്തില് റിച്ച് ആണ്, ഡ്രസ് പക്ഷെ വേണ്ടതിന് ഇങ്ങനെ കളിക്കോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ ഞാൻ ചെലവാക്കാൻ തോന്നില്ല. ഞാന് ഇങ്ങനെ ഫ്രീ അങ്ങനെയുള്ള എല്ലാ കോഴ്സിനും ഫീസ് അടക്കൂല. നമ്മുടെ EFT ഒരൊറ്റ പ്രാവശ്യം ക്ലാസ് കേട്ടുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് ക്ലാസ് ജോയിൻ ചെയ്യാനും അതിൽ കാശ് അടക്കാനും തോന്നി. അതൊരു മഹാ അത്ഭുതമാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ മയമ കേട്ടോന്ന് എനിക്കറിയില്ല. എന്റെ അയൽവാസി കുട്ടി ആത്മഹത്യ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ച് അതിന്ന് ഞാൻ റിക്കവർ ആക്കിയ കുട്ടി വീട്ടുകാര് രക്ഷിച്ചു. വീട്ടുകാര് അവന് രണ്ട് തുണി കെട്ടിയിട്ട് പിന്നെ അവരുടെ ഓടിട്ട വീടാണ്. എന്റെ മകള് ആ കഴുക്കോൽമ കെട്ടി താഴത്തേക്ക് ചാടാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ 10 മിനിറ്റ് നടക്കാൻ ഇറങ്ങും വൈകുന്നേരത്ത്. ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോ ഈ കുട്ടീനെ ഇവര് ഡോറ് ചവിട്ടി തുറന്നപ്പോഴത്തേക്ക് ഞാനും അവിടെ എത്തി. കുട്ടി 4 മരിക്കും എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ നമ്മളെ ഒരു 5 മിനിറ്റ് എനിക്ക് ആ കുട്ടിയെ തരാൻ പറഞ്ഞു. അവന് 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് മോട്ടിവേഷൻ കൊടുത്ത് ആ കുട്ടി സ്കൂൾക്ക് പോകൂല, അവന് സാമ്പത്തിക പ്രശ്നമാണ്. അങ്ങനെ അവനെ അതിൽ നിന്ന് റിക്കവർ ആക്കി ഇപ്പൊ 2 ദിവസം ക്ലാസ്സിൽ പോയി. അവന് ഇനി ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കാനും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ EFTയിൽ എത്തിയോണ്ട് എനിക്ക് ഞങ്ങളെ നാടിനെ തന്നെ ഒന്ന് സംരക്ഷിക്കാനും സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട് മാഡം. ഭയങ്കര സന്തോഷം. ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ ശ്രദ്ധിക്കപ്പെട്ടോ എന്താ അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് മാം. ആ കുട്ടിക്കൊന്ന്
ക്ലാസ് പോയി. എന്നോട് ഇപ്പൊ എന്നും വന്നിട്ട് എന്നോട് ക്ലാസ് പോവാന്ന് പറഞ്ഞിട്ടാ പോവാ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അൽഹംദുലില്ലാ നമ്മളെ സാറിനും കൊടാനുകൂടി നന്ദി പറയുന്നു. എന്നെ സർവശക്തന് ഇതിലേക്ക് എത്തിച്ച സർവശക്തന് അതിലേറെ നന്ദി പറയുന്നു. ടീച്ചേഴ്സിനും മാമിനും എല്ലാവരോടും, എന്റെ ടീച്ചേഴ്സ് ആക്കിറ മാമാണ്, എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു മാം, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് സാർ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ആ ഒരു അറിവ് നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് അല്ലേ. നമ്മൾ EFTയിലൂടെ എന്താണോ പഠിച്ചത് അതവിടെ ആ ഒരു എന്താ പറയാ, ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. നമുക്ക് ആ ഒരു സമയത്ത് അതവിടെ പ്രയോജനം, എന്ത് നമ്മൾ പഠിച്ചു എന്നുള്ളതല്ല, അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇത് വന്നത് അല്ലേ. നിങ്ങൾക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ. ഓക്കെ, അതുപോലെ ഒരുപാട് ആളുകൾക്ക്, നിങ്ങൾ ടീച്ചറാണല്ലോ, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെയുള്ള ആ കുട്ടിക്ക് അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്കൊക്കെ നമ്മളൊക്കെ ട്യൂഷനൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അറിവ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലൊക്കെ അതും എന്താണ്, നമ്മൾ അറിവ് പകർന്നു കൊടുക്കുന്നത് അതും ദാനമാണ് അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ത്രിവേണി മാം പറയൂ. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിശുക്ക് അത് നമ്മൾ വളർന്ന സാഹചര്യം തീരെ ഇങ്ങനെ ഒരു നോർമലായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു. ബുദ്ധിമുട്ടില്ല, അങ്ങനെയുള്ള ഒരു പേരൻസ് ആയിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലാ ജനിച്ചത്. അപ്പൊ നമുക്ക് അത് കണ്ടു വളർന്ന കാരണം തോന്നുന്നു നമുക്ക് കല്യാണം കഴിഞ്ഞ് നല്ലൊരു ഇതിലൊക്കെ ആയി ഇരിക്കുമ്പോ നമ്മൾക്ക് ചെലവഴിക്കുമ്പോ നമ്മളൊരു ഇത് നമുക്ക് മനസ്സിൽ തോന്നും, ഇത് വേണോ, 2-3 തവണ ചിന്തിക്കും ഇല്ലേ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട് എനിക്ക്. പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞ് ആദ്യം കിട്ടിയ സാരി എടുത്ത് വെക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് ഓരോ ദീപാവലിക്ക്